അടിപൊളി എനിക്ക് ഒരു ഹരമുള്ള സംഭവമാണ്. നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സെറ്റാണ് എല്ലാവരും എക്സ്പീരിയൻസ്. അപ്പൊ നമ്മുടെ ഫ്ലാഗ് ഓഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വയനാട്ടിലേക്കാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അതെ, അട്ടമലയിലാണ് നമ്മൾ കയറുന്നത്. അപ്പം അട്ടമലയിൽ നമ്മൾ കയറിയിട്ട് നമ്മൾ ട്രാവൽ വിത്ത് കട്ട് എന്ന് പറഞ്ഞ ഒരു പേജിന്റെ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിലാണ് ഇപ്പൊ നമ്മൾ അറ്റൻഡ് ചെയ്തിരുന്നത്. എങ്ങനെയുണ്ട് ഇന്നലെ നൈറ്റ്? സൂപ്പർ, അടിപൊളിയാണോ? ഇവിടെ ഉള്ളവരൊക്കെ വെറൈറ്റി വ്യത്യസ്ത സ്ഥലങ്ങളിൽ വന്ന ആൾക്കാരാണ്. നിങ്ങൾ എവിടെ സ്ഥലം? പാലക്കാട്. നിങ്ങൾ? ഞാൻ കണ്ണൂര്. നിങ്ങളൊക്കെ എവിടെ സ്ഥലം? എവിടെയാ എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. കോഴിക്കോട്, മലപ്പുറം. അത് ചുരുക്കി പറഞ്ഞാൽ നോർത്ത് കേരളയിലെ ഒരുവിധം എല്ലാ സ്ഥലത്തും ആൾക്കാരുണ്ട് അല്ലേ? അത്യാവശ്യം കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. ടെന്റുകൾ ഇപ്പൊ മൊത്തത്തിൽ 4 വീതമാണ്. 4 താഴത്തും 4 മുകളിലും. മെമ്പേഴ്സ് എല്ലാം ഭയങ്കര ഹാപ്പിയിലാണ്. ആക്ടിവിറ്റീസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഭയങ്കര എന്താ പറയാ, ഉഷാറാണ്. ഇത് ഇന്നലത്തെ യുദ്ധത്തിന്റെ ബാക്കിയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒരു മുഖ്യ അതിഥി ഉണ്ട്, ലക്ഷദ്വീപ്. കൽപ്പേനി. ലക്ഷദ്വീപ് തന്നെയാണ്. അടിപൊളി എനിക്ക് ഒരു ഹരമുള്ള സംഭവമാണ്. നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സെറ്റാണ് എല്ലാവരും. ഇൻഷാല്ലാ ബാവരിക്ക എൻജോയ് ചെയ്യിച്ചു പോ. ഇവിടുത്തെ വീണ്ടും എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ കാലാവസ്ഥയാണ്. എന്തൊരു നല്ല കൂളിംഗ് അറിയോ, അടിപൊളി. അത് ഫുള്ള് കോടയൊക്കെ ആയിട്ട് നല്ല അടിപൊളി. നമ്മുടെ നാട്ടിലൊക്കെ ചൂട് എപ്പോഴും ചൂടല്ലേ, മഴക്കാലമാണെങ്കിൽ ചൂടല്ലേ. അവിടുന്ന് ഇവിടെ വരുമ്പം എന്താ പറയുക, ഒരു മിനി മൂന്നാർ വേണമെങ്കിൽ പറയാം. 8 ആയി കിടന്നോണ്ടായിരിക്കും എല്ലാവരും ഇപ്പോൾ എണീച്ച് ഫ്രഷ് ആവുന്നുള്ളൂ. ഭയങ്കര തണുപ്പാ. എല്ലാവരും ഒരുങ്ങി പുറത്തേക്ക് പോകാനുള്ള ഒരു പരിപാടിയിൽ നിൽക്കുകയാണ്. കുറച്ച് ആൾക്കാരുണ്ട് റൂമിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ ചോദിക്കുന്നത്. കംപ്ലീറ്റ് എല്ലാവരും സ്ട്രേഞ്ചേഴ്സാണ്. അതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ആർക്കും പരസ്പരം അറിയില്ല. ഇവിടെ വന്നതിന് ശേഷമാണ്, ഈ ക്യാമ്പ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പരിചയപ്പെടുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. നമ്മുടെ എന്താ പറയുക, ഗ്യാങ് കൂടി വരുന്ന സംഗതിയല്ല ഇത്. പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഗ്യാദർ ചെയ്യുന്നൊരു സ്ഥലമാണ്. എന്താ പറയുക, അവരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ സാധനം. ഞാൻ എന്താ പറയുക, എനിക്ക് ഇന്നത്തെ രാത്രിത്തെ വീഡിയോസൊന്നും കിട്ടിയില്ലെങ്കിലും പക്ഷേ രാത്രിയും കുറേ കാര്യങ്ങളൊക്കെ, നല്ല അനുഭവങ്ങളൊക്കെ എനിക്ക് സമ്മാനിച്ചു. ഇത് ബാച്ചിലേഴ്സ് മാത്രമല്ല, ഫാമിലീസും ഇതിനകത്ത്, നമ്മുടെ ഈ ക്യാമ്പിനകത്ത് ഇവർ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ കൂടുതലും ബാച്ചിലേഴ്സ് ആണെന്ന് മാത്രം. ഇവിടുന്ന് മാറിയിട്ട് നമ്മൾ വേറൊരു റൂട്ടിലേക്ക് തിരിക്കാനുള്ളൊരു പ്രിപ്പറേഷനാണ് ഈ കാണുന്നത്. ഈ വിഷ്വൽസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവർ ഭയങ്കര ഹാപ്പിയാണ്. ഇവരുടേതായ ഒരു ലോകത്തെത്തിയ മാതിരിയാണ്. എനിക്ക് എന്താ പറയുക, ഇത്ര സമയത്തിനുള്ളിൽ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത്. പിന്നെ എടുത്തു പറയേണ്ട സംഗതി, ഇവിടുത്തെ ക്ലൈമറ്റോ ഒന്നും പറയേണ്ട. വീണ്ടും പറയുന്നത് പൊളി. പച്ചപ്പ് വിരിഞ്ഞൊരു സ്വർഗം, അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ.